സയൻസ് സബ്ജക്റ്റ്, സയൻസ് ഒരുപാട് കുട്ടികൾ കിടന്ന് പാടുപെടുകയാണ് സയൻസ് പഠിക്കാൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങി അനേകം സബ്ജക്ട്സ്. പ്രധാനമായിട്ടും നമുക്ക് സയൻസ് എന്ന് പറയുമ്പോൾ ഊർജശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം, അപ്പോൾ ഇതാണല്ലോ. പിന്നെ നമുക്ക് ഒത്തിരി സുവോളജി, ബോട്ടണി ഇങ്ങനെ പോകും അല്ലേ, നമുക്കറിയാമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വളരെ ലീനിയറായിട്ട് ഒരു രേഖയിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ സയൻസ് വിഷയങ്ങൾ ഇത്ര അധികം പ്രയാസമുണ്ടാകുന്നത്. നമ്മൾ ആധ്യാത്മികതയിൽ നിന്നകന്ന്, സ്പിരിച്വാലിറ്റിയിൽ നിന്നകന്ന് ഭൗതികതയിൽ മാത്രം എല്ലാം ലാബ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേംസിൽ മാത്രം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധിമുട്ടാകുന്ന സത്യത്തിൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ക്വാണ്ടം ഫിസിക്സ്, അപ്പോൾ ഓരോ ആറ്റം അതിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കഴിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ പാത്രവും ഒന്ന് തന്നെയാണ് ആക്ച്വലി. അതിൻ്റെ അറ്റോമിക് പാർട്ടിക്കിൾസിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നേ കുട്ടികൾ നേച്ചർ വാച്ച്, നേച്ചർ വാക്കിംഗ് ഇല്ല. പ്രകൃതിയിൽ നിന്ന് അകന്നല്ലേ കഴിയുന്നത്. പ്രകൃതിയെ വീക്ഷിക്കുന്നില്ല, നിരീക്ഷിക്കുന്നില്ല, ഉൾക്കാഴ്ച കിട്ടുന്നില്ല. അത് ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുനാളിൽ നമ്മൾ ചിത്രശലഭങ്ങളും പൂക്കളും പൂമ്പാറ്റകളും പറവകളും കുഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടന്ന് ആസ്വദിച്ചാണ് അവർക്ക് അന്നം ഊട്ടുക. ഇന്ന് മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് വീടിനകത്ത്, മുറിക്കകത്ത് ഇടുങ്ങിയ മനസ്ഥിതി, വിശാലത ഇല്ല, ഓപ്പൺനെസ് ഇല്ല. അപ്പം ഈ പറഞ്ഞ എല്ലാത്തിലും ഞാൻ അടങ്ങിയിട്ടുണ്ട്, എല്ലാത്തിലും ഞാനാണ് എന്ന ആ തത്വം, ആ സത്യം, അതാണ് ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശനം. ഈ വിശ്വം മുഴുവനും ഞാനാണ്, എല്ലാത്തിലും ഞാനാണ്, എല്ലാം ഞാനാകുന്നു എന്ന ആ സത്യം, ആ തത്വം, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഭഗവാൻ അർജുനന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തു. വളരെ സയൻറ്റിഫിക്കാണ്. പക്ഷേ ഇന്നെല്ലാം നിന്നയും വിമർശനങ്ങളുമായിട്ട് വളരെ റസ്റ്റിക്കായിട്ട്, റഫായിട്ട്, റിജിഡായിട്ടാണ് ഇന്ന് സയൻസ് വിഷയങ്ങൾ പോലും കുട്ടികൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയും പ്രയാസപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷൻ, നല്ല റിലാക്സേഷൻസ്, നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള പഠനങ്ങൾ വളരെ സയൻറ്റിഫിക്കാണ് സത്യത്തിൽ. സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചേരുവയാണ്, ബ്ലെൻഡിങ് ആണ്. അതാണ് നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. അത് എന്തുമാത്രം പ്രയാസപ്പെടുകയാണെന്ന് കുട്ടികൾ, എന്നിട്ടൊന്നും ഓർമ്മയില്ല. എത്രയോ കുട്ടികൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു, മിക്കവയും അവർക്ക് മനസ്സിലാകുന്നില്ല, ഓർമ്മിക്കാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം സ്കൂൾ തലങ്ങളിൽ എന്തൊക്കെയോ ബൈഹാർട്ട് ചെയ്തു, മക്കപ്പ് ചെയ്തു, വൊമിറ്റ് ചെയ്തു, എങ്ങനെയോ പാസ്സായി, പിന്നെ കിടന്ന് പാടുപെടുകയാണ്. അപ്പം നമുക്ക് എല്ലാം വിസ്മയത്തോടു കൂടി കാണുന്ന മനസ്ഥിതി, വണ്ടർ, വിനയം, ആ ഹ്യൂമിലിറ്റി നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രകൃതിയാണല്ലോ പഠിക്കുന്ന സയൻസ് എന്ന് പറയുമ്പോൾ, ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിളാണ്. ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി, നോട്ട് സോ
റഫ് ആൻഡ് ടഫ് ആസ് ദീസ് സയൻസ് സബ്ജക്ട്സ് ആർ എക്സ്പ്ലെയിൻഡ്. അത്രയും കോംപ്ലക്സിറ്റീസ് ഇല്ല. സത്യത്തിൽ ഒരു വിഷയത്തിനും ഇത്രയും സങ്കീർണതകളില്ല. നമ്മൾ ആധ്യാത്മിക തലത്തിൽ, ഉയർന്ന തലത്തിൽ, അപ്പം നമ്മുടെ ഉൾക്കാഴ്ച, നമ്മിലെ കമ്പാഷൻ, അനുകമ്പ, അന്നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കൊച്ചു പ്രായം മുതൽ തന്നെ നമ്മുടെ ഗൈഡഡ് മെഡിറ്റേഷൻ, അപ്പോൾ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലുണ്ട്. സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് കോഴ്സിൽ തീർച്ചയായിട്ടും റിലാക്സേഷൻ ടെക്നിക്സാണ് 100% സുരക്ഷിതം, സേഫ്, എന്നാൽ എൻ്റർടൈനിങ്, വികസനം. അപ്പോൾ അതുകൊണ്ട് സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിലും ഈസിയാണ്, വെരി ഈസി. ബട്ട് നിങ്ങളതെങ്ങനെ നോക്കിക്കാണുന്നു? കാരണം കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഹാർഡ്നെസ്, അതാണ് കുട്ടികൾ കിടന്ന് പാടുപെടുന്നത്. അപ്പോൾ അധ്യാപകരും മനസ്സിലാക്കണം. മാത്രമല്ല, ലൈഫ് ഈസ് എ ഫൺ. ഡോണ്ട് ബി സോ സീരിയസ് അബൌട്ട് ലൈഫ്. യു വിൽ ലൂസ് ദ എസൻസ് ഓഫ് ലിവിങ്. സോ സയൻസ് ഈസ് വെരി ഈസി. ഇറ്റ്സ് നോട്ട് ആസ് ടഫ് ഓർ റഫ് ഓർ റിജിഡ് ആസ് യു തിങ്ക്. അങ്ങനെ നിങ്ങൾ കരുതുന്നു. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കരുത്. പ്രകൃതിയായിട്ട് ഇണങ്ങുക, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എല്ലാം വിസ്മയഭാവത്തോടു കൂടി വീക്ഷിക്കുക, നോക്കിക്കാണുക. അതാണ് വേണ്ടത്. എങ്കിൽ സയൻസ് അല്ല ഏത് വിഷയവും ഈസിയാണ്. വരും.